ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലെഹങ്ക കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇവിടെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 31.5 ഇഞ്ചാണ്. ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ 2 ഇഞ്ച് പട്ട വെക്കാനും വരും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ലെങ്ത്ത് എടുത്താൽ മതി. ഞാനിത് 10 to 11 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് 3.5 മീറ്റർ മെയിൻ ക്ലോത്തും 2.5 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ അരവണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ 4/1 എടുക്കേണ്ടത്. എൻ്റെ മോളുടെ അരവണ്ണം ഇപ്പോൾ 25 ഇഞ്ചാണ് ഉള്ളത്. അതിലേക്കൊരു 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 27 ഇഞ്ച്, അതിൻ്റെ 4/1 എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ടൊരു 6.25 ഉണ്ടാവും. അത് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ മെയിൻ ഫാബ്രിക് എടുത്തതിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബെൽറ്റിനുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരവണ്ണം നോക്കിയിട്ട് അതിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണുള്ളത്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക് എടുത്തിട്ട് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലാക്കി എടുക്കുക. അപ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരറ്റത്ത് നിന്ന് ഒരു നൂലിങ്ങനെ വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലാക്കി നമ്മൾ ലൈനിങ്ങിൽ എടുത്ത അരവണ്ണത്തിൻ്റെ കറക്റ്റ് അളവിലാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലൈനിങ് തുണിയുടെ അരവണ്ണം എത്രയാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഫ്രില്ലാക്കി എടുക്കണം. നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ പീസ് എടുത്തിട്ട് ചീത്ത വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുത്തിട്ട് ശേഷം അത് നല്ല വശത്തേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. എലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ചിട്ട് വേണം പട്ട സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് പിന്നെ നമ്മുടെ അരവണ്ണം എത്രയാണോ അതിനേക്കാളും 2-3 ഇഞ്ചൊക്കെ കുറച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു പിന്ന് കുത്തിയിട്ട് എലാസ്റ്റിക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 തുമ്പും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് ഒരു 4 ഇഞ്ച് താഴെ വരെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് മെയിൻ ക്ലോത്ത് ഉള്ളിലേക്ക് നീക്കി വെച്ച ശേഷം ലൈനിങ് 2ഉം കൂടെ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ശേഷം മെയിൻ ക്ലോത്തും അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം. പിന്നെ എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെഹങ്കയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.